ഒരുവിധം എല്ലാ ഡിഷിൻ്റെ കൂടെയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇന്ന്. അത് നന്നായിട്ട് കഴുകിയിട്ട് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. തലേ ദിവസം 1 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തി വെച്ചതാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നടുകെ കീറിയതും അതുപോലെ തന്നെ 4 വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രഷർ കുക്കർ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടണം, നല്ല വെന്തിട്ട് ഉടഞ്ഞ് കിട്ടണം, അപ്പോഴേ ഈ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേക്കും ഗ്രീൻ പീസ് 7 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രീൻ പീസ് കറിയുടെ മുകളിൽ ലേശം മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.